ഹലോ, അപ്പൊ റഷീനയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഒന്നുമില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരാനായി. കുട്ടികൾക്ക് കൊടുക്കാൻ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ബിസ്ക്കറ്റാണ്. നമ്മളന്ന് കൊറിയർ കണ്ടില്ലേ, അതിൽ വന്ന ബിസ്ക്കറ്റുകളാണുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. വെല്ലം, പിന്നെന്താ വെല്ലം, ശർക്കര കേട്ടോ. ഇവിടുത്തെ ഭാഷയിൽ വെല്ലം എന്ന് പറഞ്ഞു പോയതാണ്. ശർക്കര, പിന്നെ പച്ച നിലക്കടലിന്റെ പച്ച. അപ്പൊ അതൊക്കെ ഇട്ട് നമ്മുടെ ഇവിടെ പറയും അരിയുണ്ടാന്ന് പറയും, നമ്മുടെ പാലക്കാട്. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നിക്ക് ഞാനും വരട്ടെ. അപ്പോഴേക്കൊക്കെ ഗ്യാസ് വെച്ചിട്ട് അതാ തുടങ്ങിയിട്ടുണ്ട്. ഞാനും പോട്ടെ, എന്റെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. എന്തൊക്കാ വീഡിയോ എടുത്തിട്ട് വരണ്ടേ? സമയമില്ലെന്നോ? എത്ര മണിക്ക് കുട്ടികൾ വരിക? ഓ, സംസാരിക്കൊക്കെ ചെയ്യോ? ആൾക്ക് ചിരിക്കാനും സംസാരിക്കാനൊക്കെ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ സംസാരിക്കും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ കാക്ക എന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചുണ്ട് കുറച്ച് അതൊന്നും കുഴപ്പമില്ല, സുന്ദരനാണ് എന്നാൽ എന്റെ ഒക്കെ അല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താന്ന് വെച്ചാ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അരി വറുക്കണം കേട്ടോ. അപ്പൊ ഇക്കാക്ക് ഇതാ കണ്ടോ, ഇടത്തെ കൈ ഉപയോഗിക്കുള്ളൂ. അവിടെ അതാ വലത്തെ കൈ ഉപയോഗിക്കേ ഇല്ല. അപ്പൊ പാവം കൈകടി. അപ്പൊ ഞാനും കൂടട്ടെ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പൊ വായ കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് അരി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പൊ കുറച്ചായിട്ട്, അതായത് 4-5 മാസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കലൊക്കെ ഭയങ്കര ബോറടിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള പരിപാടി എന്ത് ചെയ്യണമെങ്കിലും എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. എന്തായാലും കൂടെ ഉണ്ടാവും. അതുപോലെ ഇടയ്ക്ക് ചായ വെക്കും. അത് നിനക്കറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചായ വെക്കും, പിന്നെന്താ ഞാൻ അടുപ്പ് കത്തിച്ച് തരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് ഇവിടെ. പിന്നെ ഇപ്പൊ പറയാൻ തുടങ്ങി ഞാൻ ഓടാൻ പോട്ടെ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ആകെ റേഡിയേഷൻ കഴിഞ്ഞിട്ട് 1 മാസം കൂടെ ആയിട്ടില്ല. എന്നിട്ടാ പറയണ വണ്ടി ഓടാൻ പോണം പറയുന്നുണ്ട്. അപ്പൊ നിലവിൽ എന്തായാലും ഞാൻ കുറച്ചാലത്തേക്കൊന്നും വണ്ടി ഓടാനൊന്നും അങ്ങനെ ഞാൻ എന്റെ കാര്യം വിടില്ല. ഇല്ലക്കാ വിടുവോ? ഞാൻ വിടില്ല. അൽഹംദുലില്ല, ഇതുവരെ കഴിഞ്ഞില്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ ദിവസവും തള്ളി നിൽക്കണ്. അപ്പൊ എന്താ ഇതൊക്കെ ഉണ്ടാക്കണ കണ്ടോ. ഇക്ക ഉണ്ടാക്കണ ഞാൻ വർത്താനം പറയാ. ഇക്ക വർത്താനം പറയാത്തോണ്ടല്ലേ ഞാൻ വർത്താനം പറയാ. ഈ വലത്തേ കൈ കൊണ്ട് ചെയ്യില്ല കേട്ടോ. വലത്തേ കൈ കൊണ്ട് ചെയ്യും. തലയോട് ചെയ്യുന്ന സീന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വലത്തേ കൈ കൊണ്ട് ചെയ്യുന്ന സീന. പാവട്ടെ എന്റെ അക്ക, വലത്തേ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്കാക്ക് തീരെ ബാലൻസ് ഇല്ല. വേണ്ടക്ക വിട്, വേണ്ട. വലത്തേ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞിട്ടുള്ള നമ്മൾ മിക്കവാറും ആ കൈ കൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അപ്പോഴാണ് റിക്കവർ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇക്ക എന്താന്നറിയില്ല, ഇക്കാക്ക് അത് ചെയ്യുമ്പോ കിട്ടാത്തോണ്ട് മടിയായിട്ട് വേഗം ഇടത്തേക്ക് യൂസ് ചെയ്യും. വെള്ളെടുത്തൊക്കെ വെള്ളം എടുത്തരോ? മുകളിലാട്ടോ വെള്ളം എനിക്ക് എത്തില്ല, അതുകൊണ്ട് വെക്കാനോടോ. അപ്പൊ ഇതാ വെല്ലം പാവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. കുട്ടികൾ വരാനായൊക്കെ സമയം എന്തായി നോക്കട്ടെ. ഓ 3:30 ആയിട്ടോ. 3:40 വരും. അപ്പോഴേക്കും ആവോക്കോ? ആവോ? ഇല്ല, കുഴപ്പമില്ല. വന്നിട്ട് കൊടുക്കാം നമുക്ക്. തേങ്ങ ചെറുവന തേങ്ങ ചെറിയ മിക്സിലാണേ. അതും ഇടത്തേ കൈ, വലത്തേ കൈ ഉപയോഗിക്കണില്ല. ഭക്ഷണം കഴിക്കണ്ട് എങ്ങനെയൊക്കെ വലത്തേ കൈയും കൊണ്ട്.
ഇതെല്ലാം നമുക്ക് കൊറിയറിൽ വന്ന സാധനങ്ങളാണ് കേട്ടോ. ശർക്കര അടക്കം ഉണ്ടായിരുന്നു. ഉണ്ട പിടിക്കാനൊന്നും ടൈമില്ല, അവർക്ക് ടൈമായി. അപ്പോൾ അതോടെ വേണമെന്ന് പറഞ്ഞ് പൈമോൻ വാശി പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി കഴിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്ത് പോരെന്ന് പറഞ്ഞ് വീണ്ടും എടുക്കുകയാണ്. ആള് കഴിക്കൊന്നുമില്ല, പക്ഷെ ആൾക്ക് കാണുമ്പോൾ നിറയെ കാണണം, അങ്ങനെയാണ് സ്വഭാവം. പിന്നെന്താ കുഞ്ഞു അവർ വന്ന പാട് അവർക്ക് TV കാർട്ടൂൺ ഇടണം. കാർട്ടൂൺ ഇട്ടിട്ട് എന്ത് കഴിക്കണമെങ്കിലും കാർട്ടൂൺ കണ്ടിട്ടായിരിക്കും കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ തീരെ മധുരം പോരെന്ന് പറഞ്ഞിട്ട് ഒരു ശർക്കര പാടെ ഒരുക്കിയിട്ട് നമ്മളതിൽ ഒഴിച്ചു. പിന്നെ ഞാൻ ഇരുന്ന് സാവധാനം അങ്ങനെ ഉണ്ടയാക്കി. ഞാൻ പിടിക്കുന്നത് ചന്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കായിരുന്നു. അതാണ് കേട്ടോ ഞാൻ ചിരിച്ചത്. രസമല്ല, ഞാൻ ഉണ്ട പിടിക്കുന്നത് രസമല്ല കാണാനെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇക്കാനോട് പിടിക്കാൻ പറഞ്ഞു. ചെയ്യിലേക്കൊക്കെ പറ്റില്ലല്ലോ, വലത്തേക്ക് കൊണ്ട് കിട്ടില്ലല്ലോ, അത് കാരണം ഇക്കാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ അടുക്കള നോക്കിക്കോളൂ. ഇങ്ങനെയൊക്കെ ഈ അടുക്കളുടെ കോലം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ എന്നെയും കാത്തതാ കുറേ പാത്രങ്ങൾ, കൊട്ടത്തളം പറയും കേട്ടോ നമ്മൾ, പാത്രം കഴിക്കുന്ന സ്ഥലം. സിങ്കൊന്നുമില്ല, അപ്പോൾ അതിൽ കുറേ പാത്രങ്ങൾ എന്നെയും കാത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കണം. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാതെ പോവരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ